ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലെൻസ് ഇക്വേഷനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫിഗർ 2.21 നോക്കുക. ഒരു കോൺവെക്സ് ലെൻസ് കാണിച്ചിട്ടുണ്ട്. ഓബ്ജക്റ്റ് OB F-നും 2F-നും ഇടയ്ക്കായി വെച്ചിരിക്കുന്നു. ഇമേജ് IM ഫോം ചെയ്തിരിക്കുന്നത് ബിയോണ്ട് 2F-ലാണ്. ലെൻസിൽ നിന്നുള്ള എല്ലാ മെഷർമെന്റ്സും ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് എടുക്കുന്നത്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഓബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് U. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് V. ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ F. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. വിച്ച് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദ ഡിസ്റ്റൻസ് ടു ദി ഓബ്ജക്റ്റ് OB ഇൻ ദ ഫിഗർ? ആൻസർ U. Which distance does the letter V represent in the figure? The distance between the image and the optic center of the lens. Which distance does the letter small letter F stand for? F stands for the focal length of the lens. Focal length is the distance between the focus and the optic center of the lens. സോ ഒരു ലെൻസുമായിട്ട് ബന്ധപ്പെട്ട് 5 മെഷർമെന്റ്സ് ആണുള്ളത്. U, V, F, HO and HI. HO is the height of the object and HI is the height of the image. ഈ മെഷർമെന്റ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ചില റൂൾസ് അനുസരിച്ചാണ്. അതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഒന്നാമത്തെ റൂൾ നോക്കുക. ഓൾ ഡിസ്റ്റൻസസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ്. എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്നായിരിക്കണം. രണ്ടാമത്തെ റൂൾ നോക്കുക. ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡന്റ് റേ ഷുഡ് ബി കൺസിഡേർഡ് പോസിറ്റീവ് ആൻഡ് ദോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഷുഡ് ബി കൺസിഡേർഡ് നെഗറ്റീവ്. ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസസും പോസിറ്റീവ് ആയിരിക്കും. ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസസും നെഗറ്റീവ് ആയിരിക്കും. മൂന്നാമത്തെ റൂൾ നോക്കുക. ഡിസ്റ്റൻസ് മെഷേർഡ് എബവ് ദി ഒപ്റ്റിക് ആക്സിസ് ഷുഡ് ബി കൺസിഡേർഡ് പോസിറ്റീവ് ആൻഡ് ദോസ് ബിലോ ഷുഡ് ബി കൺസിഡേർഡ് നെഗറ്റീവ്. ഈ ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസസും പോസിറ്റീവ് ആയിരിക്കും. താഴേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസസും നെഗറ്റീവ് ആയിരിക്കും. ഓബ്ജക്റ്റ് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഇരിക്കുന്നത് എന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണോ നമ്മൾ എടുത്ത മെഷർമെന്റ് അതോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ എന്നാണ് നോക്കേണ്ടത്. ഫിഗർ 2.22A-യും ഫിഗർ 2.22B-യും നോക്കുക. U 25 സെന്റിമീറ്റർ ആണ്. ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മെഷർമെന്റ് എടുക്കുന്നത്. ഇൻസിഡന്റ് റേ ഓബ്ജക്റ്റിൽ നിന്ന് ലെൻസിന്റെ ഡയറക്ഷനിൽ റൈറ്റിലേക്കാണ്. അതുകൊണ്ട് U നെഗറ്റീവ് ആയിരിക്കും. സോ U ഈസ് ഈക്വൽ ടു -25 സെന്റിമീറ്റർ. ഫിഗർ B നോക്കുക. ഇവിടെ ഓബ്ജക്റ്റ് റൈറ്റിലാണ് ഇരിക്കുന്നത്. ഓബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കാണ് ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ. ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് ഓബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് റൈറ്റിലേക്കാണ് മെഷർ ചെയ്യുന്നത്. സോ ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് U. അതുകൊണ്ട് U -25 സെന്റിമീറ്റർ എന്നായിരിക്കും. സോ ഓബ്ജക്റ്റ് ലെഫ്റ്റിലിരുന്നാലും റൈറ്റിലിരുന്നാലും U -25 സെന്റിമീറ്റർ എന്ന് തന്നെ നമുക്ക് കിട്ടി. കാരണം ഓബ്ജക്റ്റിന്റെ പൊസിഷൻ അല്ല നോക്കുന്നത്, നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സ് ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിലാണോ അല്ലയോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. U നെഗറ്റീവ് ആയതിന്റെ റീസൺ ഇവിടെ തന്നിട്ടുണ്ട്. മെഷേർഡ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് റേ. ഇവിടെയും അതേ റീസൺ തന്നെയാണ്. measured from the optic center in the opposite direction of the incident ray. V എത്രയാണെന്ന് നോക്കാം. ഫിഗർ എ നോക്കുക.
ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വി. റൈറ്റിലേക്കാണ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനും റൈറ്റിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് വി ഇസ് ഈക്വൽ ടു പ്ലസ് 100 സെന്റിമീറ്റർ. ഫിഗർ ബിയിൽ നോക്കുക. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ബി മെഷർ ചെയ്യുന്നത്. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനും ലെഫ്റ്റിലേക്ക് തന്നെയാണ്. സോ വി ഇസ് ഈക്വൽ ടു പ്ലസ് 100 സെന്റിമീറ്റർ. രണ്ട് കേസിലും റീസൺ മെഷർഡ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് റേ. ഫിഗർ എയില് ഫോക്കൽ ലെങ്ത് എഫ് എത്രയാണെന്ന് നോക്കാം. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. റൈറ്റിലേക്കാണ് മെഷർമെന്റ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇൻസിഡന്റ് റേ. അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു പ്ലസ് 20 സെന്റിമീറ്റർ. ഫിഗർ ബി നോക്കുക. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യുന്നത്. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനും ലെഫ്റ്റിലേക്ക് തന്നെയാണ്. സോ ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു പ്ലസ് 20 സെന്റിമീറ്റർ. രണ്ട് കേസിലും റീസൺ മെഷർഡ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് റേ. ഫിഗർ എയില് എച്ച് ഒ എത്രയാണെന്ന് നോക്കാം. ഒപ്റ്റിക് ആക്സിസിന് മുകളിലോട്ടാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് എച്ച് ഒ പോസിറ്റീവ് ആയിരിക്കും. സോ എച്ച് ഒ ഈസ് ഈക്വൽ ടു പ്ലസ് 1 സെന്റിമീറ്റർ. ഫിഗർ ബിയിലും ഒപ്റ്റിക് ആക്സിസിന് മുകളിലോട്ടാണ് ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്ട് മെഷർ ചെയ്യുന്നത്. സോ എച്ച് ഒ ഈസ് ഈക്വൽ ടു പ്ലസ് 1 സെന്റിമീറ്റർ. സോ എച്ച് ഒ ഈസ് പോസിറ്റീവ്. ഇറ്റ് ഈസ് പ്ലസ് 1 സെന്റിമീറ്റർ. റീസൺ മെഷേർഡ് എബവ് ദ ഒപ്റ്റിക് ആക്സിസ്. ഫിഗർ എയില് എച്ച് ഐ എത്ര കിട്ടും നോക്കുക. ഒപ്റ്റിക് ആക്സിസിന് താഴോട്ടാണ് ഇമേജിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. സോ എച്ച് ഐ ഈസ് ഈക്വൽ ടു -4 സെന്റിമീറ്റർ. ഫിഗർ ബിയിലും ഒപ്റ്റിക് ആക്സിസിന് താഴോട്ടാണ് ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. സോ എച്ച് ഐ ഈസ് ഈക്വൽ ടു -4 സെന്റിമീറ്റർ. സോ എച്ച് ഐ ഈസ് നെഗറ്റീവ്. ഇറ്റ് ഈസ് -4 സെന്റിമീറ്റർ. Reason measured below the optic axis. 1 by f is equal to 1 by v minus 1 by u എന്നതാണ് ലെൻസ് ഇക്വേഷൻ. റൈറ്റ് ഹാൻഡ് സൈഡിലെ LCM എടുക്കുക. ഇവിടുത്തെ LCM യു വി ആണ്. സോ ന്യൂമറേറ്ററിൽ ഇവിടെ യു വരും, ഇവിടെ വിയും വരും. സോ 1 by f is equal to u minus v divided by u v എന്ന് കിട്ടും. അല്ലെങ്കിൽ f is equal to uv divided by u minus v. So lens equation രണ്ട് ഫോമിൽ നമുക്ക് എഴുതാം. 1 by f is equal to 1 by v minus 1 by u, or f is equal to uv divided by u minus v. ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കുക. ഫിഗർ 2.23 നോക്കുക. Observe the distance to the object and the distance to the image depicted in the figure. A. Write down the measurements using the sign conventions. ഇവിടുത്തെ മെഷർമെന്റ്സ് എല്ലാം എഴുതാം. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഓബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് 90 സെന്റിമീറ്റർ ആണ്. ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡയറക്ഷൻ ഓബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കാണ്, അതായത് റൈറ്റിലേക്കാണ്. യു മെഷർ ചെയ്തത് ലെഫ്റ്റിലേക്കാണ്. സോ യു ഇസ് ഈക്വൽ ടു -90 സെന്റിമീറ്റർ. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ആണ്. റൈറ്റിലേക്കാണ് മെഷർമെന്റ്. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനും റൈറ്റിലേക്ക് തന്നെയാണ്. സോ വി ഇസ് ഈക്വൽ ടു പ്ലസ് 30 സെന്റിമീറ്റർ. ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് ഒപ്റ്റിക് ആക്സിസിന് മുകളിലോട്ടാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് എച്ച് ഒ is equal to plus 1.8 സെന്റിമീറ്റർ. ഇമേജിന്റെ ഹൈറ്റ് ഒപ്റ്റിക് ആക്സിസിന് താഴോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ എച്ച് ഐ ഈസ് ഈക്വൽ ടു -0.6 സെന്റിമീറ്റർ. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുക. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഫോക്കൽ ലെങ്തിന്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി. യു -90 ആണ്, v +30 ആണ്. സോ -90 ഇൻറ്റു +30 ഡിവൈഡഡ് ബൈ -90
minus plus 30. 90 into 30 is 2700. ന്യൂമറേറ്ററിൽ ഒരു മൈനസ് ഉണ്ട്, സോ മൈനസ് 2700 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ -90 -30 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് -120. സോ ഇത് ചെയ്യുമ്പോൾ +22.5 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഫിഗർ 2.8 നോക്കുക. കോൺവെക്സ് ലെൻസിലൂടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ റിഫ്രാക്ഷന് ശേഷം മറ്റേ സൈഡിലുള്ള ഫോക്കസിലൂടെയാണ് ആ റേ കടന്നു പോകുന്നത്. അതായത് ഒയിൽ നിന്ന് എഫ് വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ അതിന്റെ ഡയറക്ഷൻ ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഫിഗർ 2.10b നോക്കുക. ഒരു കോൺകേവ് ലെൻസ് കാണിച്ചിട്ടുണ്ട്. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന റേ റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്തു പോകുന്നു. ആ ഡൈവേർജ് ചെയ്തു പോകുന്ന റേ അതേ സൈഡിൽ തന്നെയുള്ള ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ തോന്നുകയാണ്. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഒയിൽ നിന്ന് എഫിലേക്ക് മെഷർ ചെയ്താൽ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ്. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അതുകൊണ്ട് ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. സോ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് പോസിറ്റീവ് ആൻഡ് ദാറ്റ് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് നെഗറ്റീവ്. കോൺവെക്സ് പോസിറ്റീവ് എന്ന് ഓർത്തിരുന്നാൽ ഇത് നിങ്ങൾക്ക് തെറ്റാതിരിക്കും. ലെൻസ് ഇക്വേഷനെ കുറിച്ചും കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.